ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ വീടുകളിലൊക്കെ സാധാരണ ദോശ ഉണ്ടാക്കി മടുത്തിട്ടുണ്ടാവും. ഇനി നമ്മൾക്ക് ഇന്ന് ഒരു റാഗി ദോശ ഉണ്ടാക്കിയെടുക്കാം. അത് രാത്രികളിൽ അരി ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർക്കും വണ്ണം കുറയ്ക്കുവാനും റാഗി ദോശയാണ്. അത് നമ്മൾ പച്ചക്കറികളൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നുണ്ട്. സാധാ ദോശ വേണ്ടവർക്ക് അതുമുണ്ട്. അത് നമ്മൾക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മൾക്ക് നോക്കാം. 1/2 കപ്പ് ഉഴുന്ന്, 1 ടീസ്പൂണ് ഉലുവ നമ്മൾ കുതിർത്തി 4 മണിക്കൂർ നേരം വെച്ച് അതിനരച്ചെടുക്കണം. അത് അരച്ചെടുത്ത് പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യമായ റാഗിപ്പൊടി, 1.5 കപ്പ് റാഗിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നമുക്ക് ദോശ പരുവത്തിൽ അത് കലക്കി എടുക്കാം. ഇനി നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി നമ്മൾക്ക് അതിലേക്ക് ഓരോ കയ്യിലായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ നമുക്ക് പരത്തി എടുക്കാം. ഇന്നത്തെ ബോണസ് ടിപ്പ് ഇതാ. ഇതിൽ സാധാരണ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് വെയിറ്റ് കുറയ്ക്കാൻ അത്യുത്തമമാണ്. ഇതിൽ കാൽഷ്യം അടങ്ങിയിട്ട് ഉള്ളതിനാൽ എല്ലിൻ്റെ വളർച്ചയ്ക്കും ബലത്തിനും നല്ലതാണ്. ഇത് കൊഴുപ്പില്ലാത്ത ഒരു ഭക്ഷണമാണ്. ഷുഗർ കുറയ്ക്കുവാൻ അത്യുത്തമമാണ്. നമ്മുടെ ദോശ പറ്റി കഴിഞ്ഞ് ഇനി നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നെയ്യ് ഇത്തിരീച്ചെ പുരട്ടി കൊടുക്കാം. ആവശ്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യ് ഉപയോഗിക്കേണ്ട. ഈ ദോശ നമ്മൾ സാധാ ദോശ ആയി കഴിയുമ്പോൾ നമ്മൾക്ക് ഞാൻ പച്ചക്കറികളെല്ലാം ചേർത്തി വെച്ചിട്ടുള്ള ദോശ ഉണ്ടാക്കി കാണിച്ചു തരാം. അത് നമ്മൾക്ക് പച്ചക്കറികൾ മാത്രമാണ് അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾക്ക് വൈകുന്നേരങ്ങളിലൊക്കെ അരി ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർക്കൊക്കെ നമ്മൾക്ക് ഇതേമാതിരി ഉണ്ടാക്കി കഴിക്കാൻ നല്ലൊരു ഫുഡാണ്. നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പച്ചക്കറികൾ വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ടീസ്പൂണ് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ ജീരകം ഇട്ട് കൊടുത്തു. ചതച്ച മുളക് ഒരു 1/2 ടീസ്പൂണ് നമ്മൾ ഇട്ട് കൊടുത്തു. ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അരച്ചതാണ് ഒരു 1/2 ടീസ്പൂണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സബോള ഒരെണ്ണം കട്ട് ചെയ്തതാണ്. ഈ സബോള ഒന്ന് വാടുമ്പോൾ നമുക്ക് ക്യാപ്സിക്കം മുളക് ഒരു കഷ്ണം അരിഞ്ഞു വെച്ചത് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തി കൊടുക്കാം. നമ്മൾ ഈ സമയത്ത് ഉപ്പിട്ടാൽ നമ്മൾക്ക് സബോള വാടിക്കിട്ടും. 2 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് നമ്മൾ ചിരണ്ടി ഇട്ടതാണ്. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്ത് തന്നെ നമ്മുടെ ഒരു വീഡിയോ വരുന്നുണ്ട്. ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തിയാണ്. കണ്ണിനും സ്കിന്നിനും അതേപോലെ തന്നെ പ്രതിരോധത്തിനും വേണ്ടിയുള്ളതാണ്. പിന്നെ ചാനൽ പുതിയതാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തണം. നന്നായി ഇളക്കി കൊടുക്കാം. കുറച്ച് നമ്മൾ മല്ലിയില ഇട്ടു കൊടുത്തു. ഇനി കുറച്ച് കാബൂളി കടല വേവിച്ച് വെച്ചതാണ് അതിട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് നാരങ്ങ നീര് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 ബീൻസ് നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ് വേവിച്ച് ഉടച്ചതാണ്. അത് ആവശ്യമുള്ളവർക്ക് ഇടാം. ഉരുളൻകിഴങ്ങ് ആവശ്യമില്ലെങ്കിൽ ഉപേക്ഷിക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾക്കിത് ഉണ്ടാക്കാൻ ചട്ടി ചൂടാക്കാം. നമ്മളത് ചെറുതായി വട്ടത്തിൽ പരത്തി എടുക്കുകയാണ്. നമ്മളതിൽ വളരെ കുറച്ച് നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. അത് ആവശ്യം കഴിക്കാൻ പറ്റാത്തവർക്ക് അത് ഒഴിവാക്കാം. നമ്മൾ മറിച്ചിട്ട് പതുക്കനൊന്ന് വേവിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന പച്ചക്കറികൾ നമ്മളതിൽ ഇട്ട് കൊടുക്കും. കുറച്ച് വെന്ത് കഴിയുമ്പോൾ നമുക്കതൊന്ന് മാറ്റി വെച്ച് ഒരെണ്ണം കൂടി ഉണ്ടാക്കി എടുക്കാം. അത് നമ്മൾ പച്ചക്കറികൾ അടിയിൽ നിറയ്ക്കുമ്പോൾ മുകളിൽ നമ്മൾക്കത് കമത്തി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചുട്ടെടുക്കുന്നത്. ഇത് നമ്മൾക്ക് വിശക്കുമ്പോൾ നമ്മൾ രാത്രിയൊക്കെ നമുക്ക് അരി ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർക്ക് ഇതേമാതിരി കുറച്ച് പച്ചക്കറികളും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അത് വിശപ്പ് തോന്നിക്കില്ല. അല്ലെങ്കിലും റാഗിക്ക് നല്ല ഫൈബറും പ്രോട്ടീനും ഒക്കെ ഉള്ളതാണ്. അതേമാതിരി തന്നെ എല്ലിനും ഒക്കെ നല്ല
ഇതാണ് ഈ റാഗി ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ. ഇനി നമ്മുടെ പച്ചക്കറികളൊക്കെ ഇട്ടു നമ്മളത് അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചെറിയ ദോശ നമ്മളതിലാക്കി നമ്മളെടുത്തിട്ടുണ്ട്. നമ്മളിതിൽ പച്ചക്കറി ചേർക്കുന്നത്, ഇത് പച്ചക്കറി ആകുമ്പോൾ എല്ലാത്തിനും നല്ല പ്രോട്ടീൻ കിട്ടും. അതുകൊണ്ടാണ് ഇതിൽ പച്ചക്കറിയും കൂടി നമ്മൾ ചേർത്തിരിക്കുന്നത്. അതിന് ഈ ചെറിയ ദോശ നമ്മളിങ്ങനെ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ നമ്മൾ പച്ചക്കറിയൊക്കെ വെച്ച് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾക്കൊരു ചെറിയ വിശപ്പും കൂടി മാറും. നമ്മുടെ റെസിപ്പി അങ്ങനെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. സാദാ ദോശ, അതേപോലെ തന്നെ പച്ചക്കറികളിട്ട് മസാലയായ ദോശ നമ്മൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി കഴിക്കണം. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.